സാധാരണഗതിയിൽ ഒരാളുണ്ടാകുക എന്ന് പറയുന്നതിനാണ് നമ്മൾ ഏകാധിപത്യം എന്ന് പറയുന്നത്. കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടിയല്ല. ചിലപ്പോൾ BJP-യിൽ നടക്കുമായിരിക്കും അങ്ങനെ, ചിലപ്പോൾ CPM-ൽ നടക്കുമായിരിക്കും അങ്ങനെ. കോൺഗ്രസ്സിൽ അത് നടക്കില്ല. കോൺഗ്രസ്സിൽ നെഹ്റുവിൻ്റെ കാലത്ത് പോലും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. സർദാർ പട്ടേലും നെഹ്റുവുമായി മത്സരം നടന്നിട്ടില്ലേ? അപ്പോൾ അത് കോൺഗ്രസിൻ്റെ ഒരു രീതി. ആ മത്സരം നടക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. കോൺഗ്രസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ ശശി തരൂരിന് വേണ്ടി നവമാധ്യമങ്ങളിലെല്ലാം വലിയ പ്രചരണമുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഏറ്റവും അധികം വോട്ട് കിട്ടിയത് ഖാർഗെയ്ക്കാണ്. അദ്ദേഹത്തെ പ്രസിഡന്റാക്കി, ശശി തരൂരിനെ CWC മെമ്പറുമാക്കി. അതാണ് ഇതിൻ്റെ ഒരു രീതി. ആ പ്രോസസ്സ് തന്നെ ആയിരിക്കും എല്ലാ കാലത്തും നടക്കുക. അല്ല, MLA-മാരുടെ അഭിപ്രായം ചോദിക്കണമല്ലോ. MLA-മാരുടെ അഭിപ്രായം പ്രധാനമാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായം ചോദിക്കും, മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ചോദിക്കും. തീർച്ചയായിട്ടും അവരുടെ എല്ലാ അഭിപ്രായം ചോദിച്ച് തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ്സിന് നിയതമായ ഒരു രീതി, ഒരു ഡെമോക്രാറ്റിക് രീതിയുണ്ട്. ആ രീതിയിൽ നിന്നും ഒരു വ്യതിചലനവും പറ്റിയിട്ടില്ല. ഏറ്റവും അതിൻ്റെ അകത്ത് സമുചിതമായ ഒരു സമയത്ത് ഉചിതമായ ഒരു നേതാവിനെ പ്രഖ്യാപിക്കും, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. അത് തീർച്ചയായിട്ടും കേരള ജനത ഒന്നടങ്കം അത് ഏറ്റെടുക്കണം. അത് കാരണം കോൺഗ്രസ് പാർട്ടിയാണ് വലുത്. ഒരു വ്യക്തിക്കും ഒരു പ്രാധാന്യമില്ല. ശ്രീ KC വേണുഗോപാലിന് ഒറ്റയ്ക്ക് നിന്നാൽ യാതൊരു പ്രാധാന്യവുമില്ലല്ലോ. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ യാതൊരു പ്രാധാന്യമില്ല. അവരൊക്കെ ഈ പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നത്. അപ്പോൾ ആ പാർട്ടി ഇല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് പാർട്ടിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണതയും ശരിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു കാര്യം കൂടി, അതായത് ഈ VD സതീശനെ തകർക്കാൻ വേണ്ടി ഏതോ ശത്രുക്കളൊക്കെ ചെയ്യുന്നു എന്നല്ലോ പറഞ്ഞത്. അതായത് പാർട്ടിക്കാർ തന്നെയാണ് ഈ പ്രകടനമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പാർട്ടിയിലെ തന്നെ മുതിർന്ന അല്ലല്ല, അങ്ങനെ ആ ചോദ്യം നിങ്ങൾ ആ ചോദ്യമായിട്ട് ഇടാവും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് തെരുവിലിറങ്ങുന്നത് പാർട്ടിക്ക് ഉചിതമല്ല. പാർട്ടിയുടെ മൊത്തത്തിലുള്ളൊരു ഗ്രേസ് കളയുന്നതാണ്. അത് ഒരിക്കലും VD സതീശനെ പോലുള്ള ഒരു നേതാവ് പ്രോത്സാഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് അദ്ദേഹത്തെ വളരെ കാലമായിട്ടറിയാം. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ കാലം മുതൽ തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം അത്തരത്തിലൊരു നടപടിക്ക് കൂട്ടുവയ്ക്കുന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ഇടപെടുമായിരിക്കും. അറിയില്ല എന്താണെന്നുള്ളത്. അത് പാർട്ടി നേതൃത്വമാണ് അന്വേഷിക്കേണ്ടത്. നമുക്കറിയില്ല അതെന്താണെന്നുള്ളത്. എന്തായാലും ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. പിണറായി വിജയൻ്റെ ആ ദുർഭരണത്തിന് ശേഷം, ഏകാധിപത്യ ഭരണത്തിന് ശേഷം കോൺഗ്രസിന് ഭരണം കിട്ടിയിരിക്കുക. അത് വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും നല്ല ഭരണമായിരിക്കും UDF കാഴ്ചവെക്കുക. അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത് തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകരാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം വേണം ഉണ്ടാകാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാം.